ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോട്ട് ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കാർഡ്സൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്ക് ചില കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ എനിക്കിപ്പോൾ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു റിലേഷൻഷിപ്പ് ലൈക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ റിലേഷൻഷിപ്പ്, അത് തന്നെയാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, നിങ്ങൾ ഒരുപാട് ടയേർഡായി മടുത്ത് വിട്ട് നിൽക്കുന്ന അങ്ങനത്തെ അവസ്ഥ, നിങ്ങളുടെ വിഷമം, പ്രശ്നങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ എനർജിയേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ഒരു സമയത്ത് അനുഭവിച്ചത്, നിങ്ങൾ എന്തുമാത്രം പെയിനാണ് ഒരു സമയത്ത് മനസ്സിൽ കൊണ്ടു നടന്നത്, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഒരു തിരിച്ചടി പോലെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നിങ്ങളതിൽ കാണേണ്ട ഒരു 10 ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഏറ്റവും എൻഡിലുള്ളൊരു കാർഡുണ്ട്. ഒരുപാട് സോർട്സ് ഒക്കെ വരുന്നത് കാരണം നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സണ് രാത്രി പോലും ഉറക്കമില്ലാണ്ട്, ഒരു സമാധാനം ഇല്ലാണ്ട്, എന്ത് ചെയ്യണം, എവിടെ പോയാലും ഓരോ കാര്യത്തിന് തടസ്സവും സ്റ്റക്നെസ്സും, മൈൻഡും ഒക്കെ ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല, വീട്ടുകാരോടൊന്നും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഓരോ സൈഡിൽ നിന്ന് എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സോറി അങ്ങനെ എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ പ്രശ്നം, ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടുകാരോട് പോലും വഴക്കിട്ടിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് കഴിഞ്ഞിട്ട് അത്രയൊക്കെ വഴക്കിട്ടോ പ്രശ്നം ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോയിട്ട് വളരെയധികം ലൈഫിൻ്റെ എൻഡ് വരെയായി പല സമയത്ത് സൂയിസൈഡ് വരെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്നിട്ട് ആ ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കുറേ പേരൊക്കെ തിരിച്ചു വന്നിട്ടില്ല, കുറേ പേരൊക്കെ ആ ഒരു ലൈഫിലേക്ക് തിരിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ അറിയേണ്ടി വരുന്നത്, നിങ്ങൾക്ക് അറിയാനുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സൺ, നിങ്ങളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എങ്ങനെയായിരിക്കും, എന്ത് സിറ്റുവേഷനിലൂടെ ആയിരിക്കും പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പോകുന്നത് എന്നൊക്കെ അറിയാനാണെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര ദാരുണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഭയങ്കര ദാരുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫിൽ ഹാപ്പിനെസ് ഇല്ല, അവരുടെ ഹാപ്പിനെസ് എവിടെ പോയെന്ന് അവർക്കറിയത്തില്ല, അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, എല്ലാം കൂടെ ആയിട്ടൊരു സ്റ്റക്ന സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, സോ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹം കാണുന്നുണ്ട്. അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും നിങ്ങളോട് വരാൻ പറ്റാതെ ഒരു സ്റ്റഗ്നസിലേക്കാണ്. കാരണം നിങ്ങളോട് അതുപോലത്തെ തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവർ ചെയ്ത തെറ്റ് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്താൽ നിങ്ങളുടെ അടുത്തേക്ക് വരാം, തിരിച്ച ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അവർ എന്തൊക്കെ അതിന് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് അവരത്ര സീരിയസ് ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവരുടെ മനസ്സിലൊരു മാരേജ് എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിവാഹം എന്ത് തന്നെയാണെങ്കിലും ലൈഫ് ലോങ് ഒരു പേഴ്സൺ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ആയിരിക്കണം, നിങ്ങളിലൂടെ ആയിരിക്കണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങളിപ്പോൾ നിലവിൽ എത്തി നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് അവരൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് മെസ്സേജ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും നല്ലൊരു വഴി ജീവിതത്തിൽ ഒന്ന് യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ദൈവങ്ങളായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒന്ന് ഒത്ത് കിട്ടിയെങ്കിൽ എന്ന് അവർ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, നിങ്ങളുടെ ഒരു ഹായ് എന്നൊരു ടെക്സ്റ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസൻസ് എന്തെങ്കിലും കിട്ടിയാൽ മതി, അത് വെച്ചൊന്ന് പിടിച്ച് കയറാം എന്നും പറഞ്ഞ് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഞാൻ അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴിയോ, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ, അല്ലെങ്കിൽ അതിന് തക്കത്തൊക്കെ വരണം, എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ മാരേജ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു കാര്യം വരാനുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അതുവഴി എനിക്ക് അവളുമായിട്ട് പിന്നെയും കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവനുമായിട്ട് പിന്നെയും കണക്ട് ചെയ്യണം, അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന്
ആഗ്രഹിക്കുന്നതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. അവരേറ്റവും കൂടുതൽ ഇപ്പോഴത്തെ അവരുടെ ഒരു ചിന്ത എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഒന്നിക്കുക, അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ലൈഫ് മുന്നോട്ട് പിന്നെ തിരിച്ചെടുക്കണം. നിങ്ങളെന്ന് പറയുന്ന ഒരാൾ ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണതയിലെത്തത്തുള്ളൂ, അതിന് ഒരു കംപ്ലീഷൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവരിപ്പോൾ നിലവിൽ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആഗ്രഹത്തിലാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫിൽ കരിയർ ആയിക്കോട്ടെ, വേറെ എന്തൊക്കെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവിടെ സ്റ്റക്നെസ് ആണ്. അവർക്കൊന്നിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് എന്തിലെങ്കിലും ജോലി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള തടസ്സം അവർക്ക് കാണുന്നുണ്ട്. പുതിയ കാര്യത്തിലൊന്നും എൻഗേജ് ആകാൻ പറ്റാതെ നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ അവർ നന്നായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു പഴയ മെമ്മറീസ് അവരെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അത് ഇതിലെടുത്ത് കാണിക്കുന്നത്. സോ തിരിച്ച് ഇപ്പോൾ വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ വാല്യൂ നന്നായിട്ട് മനസ്സിലാക്കുന്നത്. നിങ്ങളെ ഇങ്ങനെ എന്തോ പറയുന്നത്, നിങ്ങൾ ഭയങ്കര ഒരു വാല്യൂ ഉള്ള ഒരാളായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ സംതിങ് ഒരു ഭയങ്കര ഡയമണ്ട് എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര ഒരു വാല്യൂ ആയിട്ടുള്ള ഒരു പവർഫുൾ ലേഡി എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വന്നു. ആ ഒരു ഇമ്പാക്റ്റ് അവർക്ക് നിങ്ങളെപ്പറ്റി കിട്ടിയിട്ടുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അവർക്ക് അങ്ങനെ നിങ്ങളെപ്പറ്റി മനസ്സിൽ തോന്നുന്നു എന്നുള്ളത്. അതിന് കാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളവർ ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. അവർ തിരിച്ചു വരുന്നെങ്കിൽ അവർ നല്ലതായിട്ട് വരട്ടെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് അവർ വേണ്ട എന്ന് ഉറച്ച് തീരുമാനം എടുത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. അവരായിട്ട് ഇങ്ങോട്ട് വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് എൻ്റെ ലൈഫ് ഇനി ഇമ്പോർട്ടൻറ്റ്, ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ലൈഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. റീഡിങ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം, നിങ്ങളുടെ ഒരു എനർജിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവരാഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ടൊരു വഴി വേണം. പഴയതുപോലെ അവൾക്ക് അല്ലെങ്കിൽ അവന് ഞാൻ കൊടുക്കാത്ത ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കുറവ് ഒരു റിലേഷൻഷിപ്പിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നികത്തിയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകണം, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ വേണമെന്നാണ് അവർ അതിയായി ആഗ്രഹിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് തരണം. നിങ്ങളെങ്ങനെ കുറച്ചും കൂടെ പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കണം, അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫിൽ എന്നാണ് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളൊന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ, ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളതാണ്, അത് റൈറ്റ് ആയിട്ട് വരേണ്ട ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. നിങ്ങൾ എത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് വിട്ടാലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് തന്നെ ഇരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എനിക്കിനി ഒരു പേഴ്സൺ വേണ്ട, എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ് വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയാലും ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ അയാൾ അതിഭയങ്കരമായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് വരുന്നതെങ്കിൽ പിന്നെയും നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകാൻ ഉള്ള ചാൻസ് വളരെയധികം കൂടുതലായിട്ട് കാണുന്നു. കുറേ പേർക്ക് അതൊരു മാരേജിൽ എത്തുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വളരെയധികം മെച്യൂരിറ്റിയോടെയും വളരെയധികം കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തും ആണ് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നത്. ആക്ച്വലായിട്ട് അവരുടെ ഒരു അവസ്ഥ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അവരുടെ ഒരു എനർജി വൈസ് നിങ്ങൾ അവരെ പറ്റി ഇപ്പോഴെന്തെങ്കിലും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അവരെന്താണ് ഇപ്പോൾ നിങ്ങളെപ്പറ്റി മനസ്സിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്ത് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എന്നറിയാത്തത് കൊണ്ട് അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഏഞ്ചൽ മെസ്സേജസ് ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഓക്കെ, സോ എന്താണ് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള മെസ്സേജാണ് കേട്ടോ. ഓക്കെ, കുറേ കാഴ്ച താഴോട്ട് പോയി. ഇടയ്ക്ക് ഇങ്ങനെ കാഴ്ചയൊക്കെ താഴെ വീഴുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, സോ എന്താണ് ഞാൻ നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും, അത് വന്നേ പറ്റത്തുള്ളൂ. ഇത്രയൊക്കെ കുറേ ലെസൺസ് അവർ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെയധികം നല്ലൊരു എല്ലാം നല്ല കാഴ്ചയാണ് വന്നിട്ട്. നമുക്ക് ഒരു കാര്യം എടുക്കാം. എന്താണ് നിങ്ങൾ നല്ല സെറ്റായിട്ടിരിക്കും. നിങ്ങൾക്ക് വേറെ നിങ്ങളിപ്പോൾ പോകുന്ന വളരെ നല്ല ഒരു സ്റ്റാൻഡിലാണ്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വരുന്നതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് എന്നതിൽ എടുത്ത് കാണിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ പോകാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട കാര്യങ്ങളെല്ലാം നോക്കുക. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. താങ്ക് യു.